സാധാരണക്കാരായ ജനങ്ങൾ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന് പോലും നോൺ ബയോളജിക്കൽ നരേന്ദ്രമോദിയുടെ നാട്ടിൽ കടുത്ത ക്ഷാമമാണ്. ആളുകൾ ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നതിന് വേണ്ടി ദിവസങ്ങളോളം ലൈനിൽ നിന്നിട്ടും അവർക്ക് സിലിണ്ടർ ലഭിക്കുന്നില്ല. ഇത് രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇതിനെതിരെ വലിയ സമരമാണ് രാജ്യത്തെ പല ഭാഗങ്ങളിലും നടത്തുന്നത്. എന്നാൽ മോദിയും BJPയും ജനങ്ങളുടെ ഈ ദുരിതം കണ്ടതായി പോലും നടിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ കളിയാക്കുന്ന രീതിയിലാണ് അവർ പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. രാജ്യത്ത് യാതൊരു ക്ഷാമവുമില്ല എന്നാണ് മോദിയും കൂട്ടരും അവർക്ക് വേണ്ടി കൂലി എഴുതുന്ന 2 രൂപ കൂലികളും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ വാസ്തവം എന്താണെന്ന് ജനങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇതിന്റെ ഇടയ്ക്ക് നടന്ന വലിയൊരു കോമഡി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ രാജ്യത്ത് പാചകവാതകത്തിന് ക്ഷാമം ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് വ്യക്തമായി വെളിപ്പെടുത്തുന്നതും ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നതിനായി 100 കണക്കിന് ആളുകൾ ഒരിടത്ത് ക്യൂവിൽ നിൽക്കുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ മണ്ഡലമാണ് ലക്നൗ, രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയുടെ മണ്ഡലം. അങ്ങനെ ഇവിടെ ജനങ്ങൾ വരിവരിയായി ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നതിനു വേണ്ടി വെളുപ്പിനെ മുതൽ ക്യൂവിൽ നിൽക്കുമ്പോൾ മോദിയുടെയും യോഗിയുടെയും പോലീസ് അവരുടെ അത്രയും മാത്രം വിവരമുള്ള, ചുരുക്കി പറഞ്ഞാൽ യാതൊരു വിവരവുമില്ലാത്ത മോദിയുടെയും യോഗിയുടെയും പോലീസ് നടത്തുന്ന കോമഡി കണ്ടുകൊള്ളൂ. सिलेंडर की कोई कमी नहीं है, सिलेंडर सबको मिलेगा, जैसे पहले मिलता था सिलेंडर वैसे ही मिलेगा। कल चुन्नीगंज में सुबह एक गाड़ी यहाँ से जाएगी, उधर के लोग वहीं से अपना सिलेंडर प्राप्त करेंगे और जो जिनको यहाँ पर मिलता था वो यहाँ आकर प्राप्त करेंगे। सिलेंडर की कोई कमी नहीं है, सिलेंडर पहले जैसे मिलता था वैसे अब भी मिलेगा। अफवाहों से सावधान रहें, अफवाहों पर ध्यान न दें। सिलेंडर की कोई कमी नहीं है। आज जिसको नहीं मिल पाएगा सिलेंडर कल सुबह आएगा, जिसको यहाँ मिलता है यहाँ आकर लेगा। जो चुन्नीगंज से लेता था वो चुन्नीगंज जाकर लेगा। सुबह एक गाड़ी चुन्नीगंज में जाकर खड़ी होगी, वहाँ से सिलेंडर बटेगा। जिसको चुन्नीगंज से मिलती थी वो चुन्नीगंज जाकर कल सुबह से लेगा। अफवाहों से सावधान रहे, सिलेंडर सबको मिलेगा, सिलेंडर की कोई। ഇവിടെ മുൻപിൽ ഗ്യാസ് സിലിണ്ടറിന്റെ ഒരു വാഹനം നിങ്ങൾക്ക് കാണാം. അവിടെ 100 കണക്കിന് ആളുകളാണ് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നതിന് വേണ്ടി ക്യൂവിൽ നിൽക്കുന്നത്. അങ്ങനെ ആളുകൾ ക്യൂവിൽ നിന്ന് വലയുമ്പോൾ അവരുടെ ചുറ്റും നടന്ന് മോദിയുടെയും യോഗിയുടെയും പോലീസ് പറയുകയാണ്, സിലിണ്ടറിന്റെ യാതൊരു ക്ഷാമവുമില്ല, എല്ലാവർക്കും സിലിണ്ടർ ലഭിക്കും, മുൻപ് ലഭിച്ചതുപോലെ തന്നെ ഇപ്പോഴും സിലിണ്ടർ ലഭിക്കും. നാളെ ഇവിടുന്ന് ഒരു വണ്ടി ചുന്നിഗഞ്ചിലേക്ക് പോകുന്നുണ്ട്, അവിടുത്തെ ജനങ്ങൾക്ക് അവിടെ നിന്ന് സിലിണ്ടർ ലഭിക്കുന്നതാണ്. ഇവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ സിലിണ്ടർ ലഭിക്കും. സിലിണ്ടറിന്റെ യാതൊരു കുറവുമില്ല, മുൻപ് ലഭിച്ചതുപോലെ തന്നെ സിലിണ്ടർ ഇപ്പോഴും ലഭിക്കും. നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണം, പ്രചരിപ്പിക്കുന്ന റൂമർ ഒന്നും വിശ്വസിക്കരുത്. ഇന്ന് ലഭിക്കാത്തവർക്ക് നാളെ വെളുപ്പിന് ലഭിക്കും. ചുന്നിഗഞ്ചിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നവർക്ക് അവിടെ നിന്ന് ലഭിക്കും. നാളെ രാവിലെ ഒരു വണ്ടി ചുന്നിഗഞ്ചിൽ വന്ന് നിൽക്കുന്നതാണ്, അതിൽ നിന്ന് അവിടെയുള്ളവർക്ക് വിതരണം ചെയ്യുന്നതാണ്. എങ്ങനെയുണ്ട് കോമഡി? ഗ്യാസ് ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് കാണാം 100 കണക്കിന് ആളുകൾ കുറ്റികളുമായി ആണ് അവിടെ നിരനിരയായി നിൽക്കുന്നത് എന്ന്. ഈ നിൽക്കുന്ന ആളുകളെ സ്വതന്ത്ര മീഡിയകൾ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഇവർ ദിവസങ്ങളായി ലൈനിൽ വന്ന് നിൽക്കുന്നതാണ്, എന്നാൽ അവർക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നില്ല എന്ന് ആ മാധ്യമങ്ങളോട് അവർ പറഞ്ഞു. അപ്പോഴാണ് അവരുടെ ഇടയിലൂടെ നടന്ന് ഗ്യാസിന് യാതൊരു ഷോർട്ടേജുമില്ല, മുൻപ് ലഭിച്ചതുപോലെ തന്നെ ലഭിക്കുമെന്ന് യാതൊരു വിവരവുമില്ലാത്ത മോദി യോഗി പോലീസ് വിളിച്ചു പറയുന്നത്. ഇവിടെ ലക്നൌവിലൂടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗ്യാസ് സിലിണ്ടർ ശവമഞ്ചത്തിലേറ്റി പ്രതിഷേധം നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇത്. കാലിയായ ഗ്യാസ് സിലിണ്ടർ ശവമഞ്ചത്തിൽ ഏറ്റി പ്രതിഷേധവുമായി അവർ കടന്നു പോവുകയാണ്. ഇവിടെ രാഹുൽ ഗാന്ധിയോട് പത്രലേഖകർ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കേൾക്കാം. PM is saying that there is no need to panic, but PM himself is panicked for completely different reasons, right? So he is himself panicked. He's panicked because of Epstein. He's panicked because of Adani case. He's not able to come inside the house. You saw yesterday the Prime Minister's chair khali padi thi.
अंदर नहीं पा रहे हैं, तो देश को कह रहे पैनिक मत करो, अपने आप पैनिक हैं। थैंक यू। രാഹുൽ ഗാന്ധി പറയുകയാണ് PM പറയുന്നത് പാനിക്കാവേണ്ട ആവശ്യമില്ലെന്നാണ്. എന്നാൽ പ്രധാനമന്ത്രി തന്നെ പരിഭ്രാന്തിയിലാണ്. അതിന് കാരണം വേറെയാണ്. മോദി പരിഭ്രാന്തിയിൽ ആയതിന് കാരണം എപ്സ്റ്റീനും അദാനിക്കെതിരെ അമേരിക്കയിലുള്ള കേസുമാണ്. ഭയം കാരണം മോദിക്ക് പാർലമെന്റിൽ വരാൻ തന്നെ കഴിയുന്നില്ല. അതിരൂക്ഷമായ ഈ പാചകവാത ക്ഷാമത്തിന് കാരണം എന്താണ് എന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് രാഹുൽ ഗാന്ധി പറയുന്ന മറുപടി കേട്ടുകൊള്ളൂ. Gas is going to be a problem, petrol is going to be a problem, all fuel is going to be a problem, because essentially our energy security has been compromised. Flawed foreign policy has created this problem. Now it doesn't matter. अभी क्या करना है, अभी प्रिपेयर करना है. अभी आपके पास थोड़ा सा टाइम है, तो सरकार को, प्रधानमंत्री को एकदम प्रिपरेशन शुरू कर देनी चाहिए, क्योंकि अगर प्रिपरेशन नहीं की करोड़ों लोगों का जबरदस्त नुकसान होगा. ഗ്യാസിനും പെട്രോളിനും എല്ലാം വലിയ പ്രശ്നം വരും. അതിന് കാരണം മോദി സർക്കാരിന്റെ തെറ്റായ ഫോറിൻ പോളിസിയാണ്. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമ്മൾ ഇതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. ഇനി നിങ്ങൾക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ പ്രവർത്തിക്കാൻ. അതിനാൽ സർക്കാരും പ്രധാനമന്ത്രിയും ഇതിനു വേണ്ട മുൻകരുതൽ പ്രവർത്തനങ്ങൾ ഉടനടി നടത്തണം. അങ്ങനെ വേണ്ട തയ്യാറെടുപ്പ് നടത്തിയില്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾക്ക് വലിയ ദോഷം ഉണ്ടാവും. രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കും കടുത്ത പാചകവാത ക്ഷാമത്തിന്റെ പേരിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യം ഉപയോഗിക്കുന്ന 85% പാചകവാതവും കടന്നുപോരുന്നത് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമൂസ് സ്ട്രെയിറ്റിലൂടെയാണ്. അവിടെ ഇന്ത്യയുടെ 25 കപ്പലുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. അതിൽ 2 എണ്ണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കടന്നു പോകാൻ അനുവദിക്കുകയും ഒരെണ്ണം ഇന്ത്യയിലെ മുദ്ര പോർട്ടിൽ എത്തുകയും ചെയ്തു. പിന്നീട് ഒരെണ്ണത്തിനുകൂടി കടന്നു പോകാൻ അനുമതി നൽകിയതായി അറിയുന്നു. അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന 25 പാചകവാതകങ്ങൾ നിറച്ച കപ്പലുകളിൽ വെറും 3 എണ്ണത്തിനാണ് ഇതുവരെ കടന്നു പോകാൻ ഇറാൻ അനുവാദം നൽകിയിരിക്കുന്നത്. ഇറാൻ എന്നും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. എന്നാൽ വിവരം കെട്ട മോദി സിയോണിസ്റ്റ് നെതന്യാഹുവുമായി കൂട്ടുചേർന്ന് ഇറാനെ ആക്രമിക്കുന്നവരുമായി കൂട്ടുചേർന്ന കാരണത്താലാണ് ഇന്ത്യക്ക് ഈ ദുരിതമുണ്ടായിരിക്കുന്നത്. ചൈനയുടെയും പാകിസ്ഥാന്റെയും എണ്ണ നിറച്ച വാതകങ്ങൾ നിറച്ച കപ്പലുകൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല കടന്നു പോകാൻ എന്ന് ഓർക്കണം. ഈ യുദ്ധം നീണ്ടു നിൽക്കുന്തോറും ഇന്ത്യക്കാരുടെ ദുരിതം കൂടുതൽ കഠിനമാകും. എന്നാൽ ഇതൊന്നും മോദിക്കും മോദിയുടെ മന്ത്രിമാർക്കും പ്രശ്നമല്ല. മന്ദഭക്തർക്ക് വയറ് വിശന്നാലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പ്രശ്നമല്ല. അവർക്ക് അബ്ദുൾ ടൈറ്റാണ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതിൽ നിന്ന് ലഭിക്കുന്ന ആത്മനിർവൃതി മാത്രമാണ് അവർക്ക് ആവശ്യം. മോദിയുടെയും യോഗിയുടെയും വിഡ്ഢി പോലീസിന്റെ ഈ വിഡ്ഢി കോമാളിത്തത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?